പെരിയാർ നദി നിറഞ്ഞു കവിഞ്ഞൊഴുകിയതോടെ ആലുവ മണപ്പുറം മുങ്ങി. ആലുവ ശിവക്ഷേത്രം ഭാഗികമായി വെള്ളത്തിനടിയിലായി. എറണാകുളം ജില്ലയുടെ പലയിടങ്ങളിലും കനത്ത മഴയും കാറ്റിലും നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കല്ലാർകുട്ടി അടക്കമുള്ള ഡാമുകളുടെ ഷട്ടറുകൾ കൂടുതൽ തുറന്നതോടെയാണ് പെരിയാറിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നത്. ആലുവ മണപ്പുറത്തേക്ക് പെരിയാർ നദി നിറഞ്ഞു കവിഞ്ഞൊഴുകി. 7 അടിയോളം വെള്ളം ഉയർന്നതോടെ ശിവക്ഷേത്രം ഭാഗികമായി മുങ്ങി. ജാസ്തിയായി, ഇപ്പം കൂടുതൽ ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. നല്ല ഒഴുക്കുമുണ്ട്, നല്ലതായിട്ട് പൊങ്ങി. ഭഗവാൻ ആറാടി കഴിഞ്ഞല്ലോ. പുലർച്ചെയോടെ ജലനിരപ്പ് ഉയരുകയായിരുന്നുവെന്ന് പ്രദേശവാസികൾ പറയുന്നു. അതേസമയം വീടുകളിലേക്ക് വെള്ളം കയറിയിട്ടില്ല. ഏതായാലും ഭക്തജനങ്ങളുടെ ഭക്തി കൊണ്ട് അത് ആരും നീങ്ങി പോകില്ല, ഭഗവാനെ തൊഴിട്ടേ പോകുള്ളൂ. ഈ വെള്ളത്തിൽ സ്പർശിക്കുന്നത് തന്നെ ഒരു പവിത്രമായി നമുക്കൊരു പൂർവ്വജന്മ സുഹൃത്തുമായിട്ടാണ് നമ്മളുടെ വിശ്വാസം. പെരിയാറിന്റെയും മൂവാറ്റുപുഴയാറിന്റെയും തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമായി പെയ്ത കനത്ത മഴയിൽ എറണാകുളം ജില്ലയുടെ പലയിടത്തും നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. പറവൂർ കോട്ടുപള്ളിയിൽ കനത്ത മഴയിൽ വീട് പൂർണ്ണമായും തകർന്നു. ഷീബയും അമ്മയും സമീപത്തെ വീട്ടിലേക്ക് മാറിയതിനാൽ പരിക്കുണ്ടായില്ല. കുന്നത്തുനാട് പുളിഞ്ചോട് ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന വീടിന് മുന്നിലേക്ക് മണ്ണിടിഞ്ഞു വീണു. വാഴക്കുളം വില്ലേജിൽ കല്ലേലിമൂലയിൽ 3 വീടുകളുടെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണു. വീടുകൾക്കും കിണറിനും നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ആലുവ തോട്ടക്കാട്ടുകര GCDA റോഡിലേക്ക് മരം കടപുഴകി വീണ് വൈദ്യുതി കമ്പി തകർന്നു. ഭയങ്കര കാറ്റും മഴ ഉണ്ടായിരുന്നു. ആ സമയത്താണ് ആ മരം ഇഴിഞ്ഞു കഴിഞ്ഞ് ലൈൻ കമ്പിയിലേക്ക് വിഴിഞ്ഞ് കറണ്ടൊക്കെ പോയി. ഇവിടെ ആകെ അന്ധകാരത്തിലായിരുന്നു. അതുവരെ നേരം വിൽക്കുന്നവരും ഗതാഗത മാർഗം തടസ്സപ്പെട്ടു. കോതമംഗലത്ത് വിവിധയിടങ്ങളിൽ മരം റോഡിലേക്ക് കടപുഴകി വീണെങ്കിലും കാര്യമായ നാശനഷ്ടമുണ്ടായില്ല. ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ നിലവിൽ മഴയ്ക്കൽപ്പം കുറവുണ്ട്. മണികണ്ഠൻ ചപ്പാത്തിലെ ജലനിരപ്പ് താഴ്ന്നു. അതേസമയം തീരദേശ മേഖലയിലടക്കം കനത്ത ജാഗ്രത തുടരണമെന്നാണ് മുന്നറിയിപ്പ്. പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഡാമുകളുടെ ഷട്ടർ ഇനിയും ഉയർത്തിയാൽ പെരിയാർ ഇനിയും നിറഞ്ഞു കവിഞ്ഞൊഴുകും. പെരിയാറിന്റെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന മുന്നറിയിപ്പാണ് ജില്ലാ ഭരണകൂടം നൽകുന്നത്. ക്യാമറമാൻ ആന്റണി ഗ്രിഗറിക്കൊപ്പം കൊച്ചിയിൽ നിന്ന് റിയ, മാതൃഭൂമി ന്യൂസ്.